ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ശിവാനന്ദ മഹാരാജ് എഴുതിയ ദിവ്യാനന്ദം ദൗർബല്യത്തിൻ്റെ അടയാളം. കോപം ശക്തമായ ഒരു വികാരമാണ്. യഥാർത്ഥമോ സാങ്കല്പികമോ ആയ ഒരു പീഡനം ജനിപ്പിച്ച ഒരു വികാരം പ്രതികാരത്തിനുള്ള ആഗ്രഹം ഉണ്ടാക്കുന്നു. ആരെങ്കിലും പീഡിപ്പിക്കുമെന്നോ ഭീഷണിപ്പെടുത്തുമെന്നോ ഉള്ള വിചാരത്തിൽ നിന്ന് കോപം ഉണ്ടാകുന്നു. കോപം സൂക്ഷ്മ ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നു. സുഷിരങ്ങളിലൂടെ വെള്ളം ഒരു മൺപാത്രത്തിൻ്റെ പുറംഭാഗത്തേക്ക് ഒഴുകുന്നത് പോലെ സൂക്ഷ്മ ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്ന കോപം ഭൗതിക ശരീരത്തിലേക്ക് വ്യാപിക്കുന്നു. രക്തം തിളക്കുന്നു, കണ്ണുകൾ കലങ്ങുന്നു, ശരീരം ചൂടാകുന്നു, കൈകാലുകൾ നടുങ്ങുന്നു, ചുണ്ടുകൾ വിറക്കുന്നു, മുഷ്ടി ചുരുട്ടിയിരിക്കുന്നു. ആ മനുഷ്യൻ വിക്കുകയും വാക്കുകൾ ഇടറുകയും ചെയ്യുന്നു. തൻ്റെ ശത്രുവിനു വേണ്ടി ജ്വലിപ്പിച്ച അഗ്നി തന്നെ കത്തിക്കുന്നു. കോപം ഒരു ബൂമറാങ് പോലെ കോപിക്കുന്ന ആളെ തന്നെ വേദനിപ്പിക്കുന്നു. അത് കോപിക്കുന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് മടങ്ങി വന്ന് അവനെ തന്നെ പീഡിപ്പിക്കുന്നു. കോപം മാനസിക ബലഹീനതയുടെ അടയാളമാണ്. അത് എപ്പോഴും വ്യാമോഹത്തിൽ നിന്നോ ദുർബലതയിൽ നിന്നോ ആരംഭിച്ച് പശ്ചാത്താപത്തിലോ അനുതാപത്തിലോ അവസാനിക്കുന്നു. നിങ്ങൾ കോപം നിയന്ത്രിക്കുകയാണെങ്കിൽ പരിധിയില്ലാത്ത ഊർജം നിങ്ങളുടെ നിയന്ത്രണത്തിൽ ഉണ്ടാകും. കോപം നിയന്ത്രിക്കുമ്പോൾ ഈ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു ആത്മീയ ശക്തിയായി പരിവർത്തനം ചെയ്യുന്നു. കോപം എങ്ങനെ സംഭവിക്കുന്നു? അർജുനൻ കൃഷ്ണനോട് ചോദിച്ചു. കൃഷ്ണ, പാപം ചെയ്യാനായി മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ആഗ്രഹം ഇല്ലാതിരുന്നിട്ട് പോലും ഏതോ ഒരു ശക്തിയാൽ പ്രേരിപ്പിക്കപ്പെട്ടെന്ന പോലെ ചെയ്യുന്നത് എന്തുകൊണ്ട്? ഭഗവാൻ പറഞ്ഞു, അത് ആഗ്രഹമാണ്. അത്യാസക്തിയിൽ നിന്നുണ്ടായ കോപം അത് നമ്മുടെ ശത്രുവാണ് എന്ന് അറിയുക. അത്യാഗ്രഹവും പാപവും ചേർന്ന ഒരു രാക്ഷസൻ. ഈ ലോകത്തിലെ പാപത്തിൻ്റെ അല്ലെങ്കിൽ തെറ്റായ പ്രവൃത്തിയുടെ കാരണം ആഗ്രഹമാണ്. ആഗ്രഹത്തിൻ്റെ ഒരു പരിണിത രൂപമാണ് കോപം. കോപം ആഗ്രഹം തന്നെയാണ്. നിങ്ങൾ ഇന്ദ്രിയ വസ്തുക്കളെക്കുറിച്ച് ചിന്തിക്കുന്നു. ഈ വസ്തുക്കളോടുള്ള മമത വർദ്ധിക്കുന്നു. മമതയിൽ നിന്ന് ആഗ്രഹം ഉണ്ടാകുന്നു. ഒരു ആഗ്രഹം ഉദിച്ചാൽ അത് രജോഗുണം സൃഷ്ടിക്കുകയും ആഗ്രഹിച്ച വസ്തു സ്വന്തമാക്കുന്നതിനായി പ്രവർത്തിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ആ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ ഇച്ഛാപൂരണത്തിന് തടസ്സമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മനുഷ്യന് കോപം വരുന്നു. ആഗ്രഹം കോപമായി പരിണമിക്കുന്നു. പാൽ തൈരായി മാറുന്നത് പോലെ ആഗ്രഹം കോപമായി മാറുന്നു. കോപത്തിൻ്റെ മൂലകാരണം അജ്ഞതയും അഹങ്കാരവുമാണ്. ഒരാൾ അപമാനിക്കപ്പെടുമ്പോൾ, അധിക്ഷേപിക്കപ്പെടുമ്പോൾ, വിമർശിക്കുമ്പോൾ, അവൻ്റെ വൈകല്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ കോപം ഉണ്ടാകുന്നു. ഒരാളുടെ ആഗ്രഹ സാഫല്യത്തിന് വിഘാതമായി ആരെങ്കിലും നിൽക്കുമ്പോൾ കോപം വരുന്നു. അവനവൻ്റെ അഭിപ്രായത്തോടുള്ള സ്നേഹം, താൻ എല്ലാവരാലും ബഹുമാനിക്കപ്പെടണമെന്ന ആഗ്രഹം, മറ്റുള്ളവരെക്കാൾ ബുദ്ധിമാനും ഉയർന്നവനുമാണെന്ന സങ്കല്പം, ഇവ കോപത്തിന് കാരണമാകുന്നു. ശത്രുവിനെക്കുറിച്ച് ചിന്തിക്കുന്നവനിൽ കോപം ഉടലെടുക്കുന്നു. നിങ്ങളെ ശല്യപ്പെടുത്തുന്ന ആ ദുഃഖം മറന്നുപോയാലും മനസ്സിൽ അത് സുപ്താവസ്ഥയിൽ പതിയിരിക്കുന്നു. അതിൻ്റെ പ്രഭാവം അല്പകാലമുണ്ട്. ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അസൂയ, മാത്സര്യം, വെറുപ്പ് ഇവയെക്കുറിച്ചുള്ള ഒരേ തരത്തിലുള്ള ചിന്തകൾ നിങ്ങൾ പുതുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം കൂടുതൽ കാലം നിലനിൽക്കും. കോപാകുലമായ വികാരങ്ങളുടെ ആവർത്തനം വിദ്വേഷം വർദ്ധിപ്പിക്കുന്നു. കോപത്തിൻ്റെ ആവർത്തനത്തിലൂടെ കേവലം ദുശ്ചിന്തകൾ വിദ്വേഷമായി വികസിക്കുന്നു. ക്ഷിപ്രകോപത്തിനും ദേഷ്യത്തിനും പ്രധാന കാരണം ശുക്ലം കൂടുതൽ നഷ്ടപ്പെടുന്നതാണ്. വികാര തീവ്രതയുള്ള ഒരാൾ മറ്റുള്ളവരെക്കാൾ കോപം ഉള്ളവനാണ്. തൻ്റെ ഊർജം പാഴാക്കിയ ഒരാൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രകോപിതനാകും. തൻ്റെ വീര്യം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു ബ്രഹ്മചാരി സമനിലയുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ്. അവന് ഒരു ശാന്ത മതിയുണ്ട്. അഭിനിവേശം വേരുകളും കോപം തടിയുമാണ്. ആദ്യം വേരുകൾ അഭിനിവേശം നശിപ്പിക്കണം. പിന്നീട് കോപമാകുന്ന തടി സ്വയം നശിക്കും. കോപത്തിൻ്റെ രൂപങ്ങൾ: പ്രകോപനം, മുഖം ചുളിക്കൽ, നീരസം, രോഷം, ക്രോധം, ദേഷ്യം ഇവ ക്രോധത്തിൻ്റെ തീവ്രത അനുസരിച്ച് തരം തിരിച്ച വിഭിന്ന രൂപങ്ങളാണ്.
കോപം പെട്ടെന്നുള്ള അസന്തുഷ്ടിയുടെ ഭാവമാണ്. അത് നിശിതവും പെട്ടെന്നുള്ളതും ഹ്രസ്വവുമാണ്. നീരസം സ്ഥിരമാണ്. അത് തുടർച്ചയായ കോപമാണ്. കൈപ്പേറിയ പീഡയെക്കുറിച്ചുള്ള ആലോചനയാണത്. രോഷം കോപത്തിൻ്റെ ഉയർന്ന നിലയിലുള്ള വികാരമാണ്. ക്രോധം ഒരാളെ വിവേകത്തിനും വിവേചനത്തിനും അപ്പുറത്തേക്ക് ഓടിക്കുന്നു. രൗദ്രം ശക്തിയേറിയതും അനിയന്ത്രിതവുമായ കലാപത്തിലേക്ക് നയിക്കുന്നതാണ്. പ്രകോപനം കോപത്തിൻ്റെ തീവ്രത കുറഞ്ഞ സൂക്ഷ്മമായ രൂപമാണ്. അതിനേക്കാൾ സൂക്ഷ്മതരമായത് അസന്തുഷ്ടിയാണ്. അത് അഹങ്കാരവും കോപവും ചേർന്നതാണ്. നിശിതമായ ഒരു വാക്കിലൂടെയോ ഒരു ഗർജനത്തിലൂടെയോ ശല്യം ഒഴിവാക്കുന്നു. ഇതെല്ലാം കോപത്തിൻ്റെ വിഭിന്ന രൂപങ്ങളാണ്. കോപവും ധാർമ്മിക രോഷവും. കോപം വ്യക്തിപരവും സാധാരണഗതിയിൽ സ്വാർത്ഥവുമാണ്. ഒരാൾക്ക് യഥാർത്ഥമായോ സാങ്കല്പികമായോ നടന്ന ഒരു തെറ്റ് കാരണം ഉണ്ടാകുന്നതാണ് അത്. അധാർമികമായ പ്രവൃത്തിയോട് തോന്നുന്ന വ്യക്തിപരമല്ലാത്ത നിസ്വാർത്ഥമായ അസന്തുഷ്ടിയാണ് രോഷം. ശുദ്ധമായ രോഷത്തെ തുടർന്ന് ഖേദമില്ല, പശ്ചാത്താപത്തിൻ്റെ ആവശ്യവും ഇല്ല. അത് കോപത്തേക്കാൾ സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. സാധാരണഗതിയിൽ കോപം പാപമാണ്. രോഷം പലപ്പോഴും ഒരു കടമയാണ്. നമുക്ക് ധാർമ്മിക രോഷത്തെക്കുറിച്ച് സംസാരിക്കാം. ഒരാൾക്ക് വേറൊരാളെ തിരുത്തണം എന്നുണ്ടെങ്കിൽ അവനെ നിയന്ത്രിക്കാനും നന്നാക്കുവാനുമായി അല്പം രോഷം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതിനെ ധാർമ്മിക രോഷം അല്ലെങ്കിൽ ആത്മീയ കോപം എന്ന് പറയാം. ഒരാൾ ഒരു സ്ത്രീയെ പീഡിപ്പിക്കാനും അവളുടെ പാതിവ്രത്യത്തെ നശിപ്പിക്കാനും ശ്രമിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അടുത്തു നിൽക്കുന്ന ആൾക്ക് ആ അപരാധിയോട് ഉണ്ടാകുന്ന കോപത്തെ ധാർമ്മിക രോഷം അല്ലെങ്കിൽ നീതിയുക്തമായ കോപം എന്നു പറയാം. ഇത് അഹിതമല്ല. അത്യാഗ്രഹത്തിൽ നിന്നോ സ്വാർത്ഥ ഉദ്ദേശത്തിൽ നിന്നോ ഉണ്ടാകുന്ന കോപം നല്ലതല്ല. തൻ്റെ ശിഷ്യനെ തിരുത്താനായി ഒരു ആത്മീയ ആചാര്യന് അല്പം കോപം പുറമേക്ക് പ്രകടിപ്പിക്കേണ്ടതായി വരാം. അത് തെറ്റല്ല. അദ്ദേഹം അത് ചെയ്യണം. പുറമേ തീവ്രമായ കോപം പ്രകടിപ്പിച്ചാലും ഉള്ളിൽ ശാന്തനായിരിക്കണം. അന്ധകരണത്തിൽ കോപം നീണ്ടു നിൽക്കാൻ അനുവദിക്കരുത്. അടുത്ത നിമിഷം അത് കടലിൽ തരംഗം പൊങ്ങി താഴുന്നതുപോലെ ഇല്ലാതാകണം. ഒരു നല്ല മനുഷ്യൻ്റെ കോപം ഒരു നിമിഷവും, മധ്യവർഗത്തിൽപ്പെട്ട ഒരാളുടെ കോപം 3 മണിക്കൂറും, അധമവർഗത്തിൽപ്പെട്ട ഒരാളുടെ കോപം ഒരു പകലും രാത്രിയും നീണ്ടു നിൽക്കും. ഒരു വലിയ പാപിയുടെ കോപം അവൻ്റെ മരണം വരെ ഉണ്ടാകും. കോപത്തിൻ്റെ ദൂഷ്യവശങ്ങൾ. കോപം തലച്ചോറിനെയും നാഡീവ്യൂഹത്തെയും രക്തത്തെയും മലിനമാക്കുന്നു. കോപത്തിൻ്റെ തരംഗം മനസ്സിലുണ്ടാകുമ്പോൾ പ്രാണൻ അതിവേഗം പ്രകമ്പനം ചെയ്യാൻ തുടങ്ങുന്നു. നിങ്ങൾ പ്രക്ഷോഭിതനും ഉത്തേജിതനും ആകുന്നു. രക്തം ചൂടാകുന്നു. പല വിഷഘടകങ്ങളും രക്തത്തിൽ ഉണ്ടാകുന്നു. രക്തം പ്രക്ഷുബ്ധമാകുമ്പോൾ അത് ശുക്ലത്തെയും ബാധിക്കുന്നു. 3 നിമിഷത്തെ ഉഗ്രകോപം നാഡീവ്യൂഹത്തിൽ ഉണ്ടാക്കുന്ന ഹാനികരമായ ഫലം ഇല്ലാതാക്കാൻ 7 ആഴ്ചകളോ മാസങ്ങളോ എടുക്കും. ആധുനിക മനഃശാസ്ത്രമനുസരിച്ച് വാദം, ഹൃദ്രോഗം, നാഡീ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ ഉണ്ടാകുന്നത് കോപം മൂലമാണ്. അമ്മ രോഷാകുലയായിരുന്നപ്പോൾ അവളുടെ മുലപ്പാൽ കുടിച്ച കുട്ടി ഉടനെ മരിച്ചുപോയി. തീക്ഷ്ണമായ കോപത്തോടെയിരുന്ന അമ്മയുടെ രക്തത്തിൽ വിനാശകരമായ രാസപദാർത്ഥങ്ങൾ കലർന്നതുകൊണ്ടുണ്ടായ വിഷമാണ് കുഞ്ഞിൻ്റെ മരണകാരണം. ഇതുപോലെ വളരെയധികം കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോപത്തിൻ്റെ വിനാശകരമായ ഫലം ഇതൊക്കെയാണ്. കോപം സിംഹാസനത്തിലിരിക്കുമ്പോൾ വിവേകം ഓടിപ്പോകുന്നു. ആരെയാണോ കോപം സ്വാധീനിക്കുന്നത് അവൻ മദ്യലഹരിക്ക് അടിമയായവനെ പോലെയാണ്. അവൻ്റെ ഓർമ്മശക്തി നശിക്കുകയും ഗ്രഹണശക്തി തമോവൃതമാകുകയും അവൻ്റെ ബുദ്ധി വക്രബുദ്ധിയാകുകയും ചെയ്യുന്നു. കോപം ഗ്രഹണശക്തിയെ തമോവൃതമാക്കുന്നു. മനസ്സ് വികാര വിക്ഷുബ്ധമാവുമ്പോൾ നിങ്ങൾക്ക് പുസ്തകത്തിലെ ഒരു ഖണ്ഡിക കൂടി വ്യക്തമായി മനസ്സിലാവുകയില്ല. നിങ്ങൾക്ക് ശരിയായി വ്യക്തമായി ചിന്തിക്കാൻ കഴിയുകയില്ല. ശാന്തമായ മനസ്സോടെ നിങ്ങൾക്ക് ഒരു എഴുത്തെഴുതാൻ സാധിക്കില്ല. കാറ്റത്ത് വിളക്ക് ചഞ്ചലമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് സാധനങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കില്ല. കോപം കൊണ്ട് പ്രക്ഷുബ്ധമാകുമ്പോൾ ബുദ്ധി സങ്കീർണമാകുന്നു. ബുദ്ധി ചഞ്ചലമാകുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ശരിയായി കാണാനും മനസ്സിലാക്കാനും കഴിയില്ല. എല്ലാ ദുർഗുണങ്ങളും ദുഷ്കൃത്യങ്ങളും ഉണ്ടാകുന്നത് കോപത്തിൽ നിന്നാണ്.
നിങ്ങൾ കോപത്തെ ഉന്മൂലനം ചെയ്യുകയാണെങ്കിൽ എല്ലാ ദുർഗുണങ്ങളും തനിയെ നശിച്ചു പോകും. അനീതി, സാഹസികത, ദ്രോഹം, അസൂയ, മറ്റുള്ളവരുടെ സ്വത്ത് കൈവശപ്പെടുത്തുക, കൊലപാതകം, നിഷ്ഠൂരമായ വാക്കുകൾ, ഇവയ്ക്കെല്ലാം ഹേതു കോപമാണ്. കോപിഷ്ഠനായ ഒരാളുടെ സ്വാഭാവികമായ ബോധം തൽക്കാലത്തേക്ക് നഷ്ടമാകുന്നു. അയാൾ കോപത്തിന് ഇരയാകുന്നു. കോപത്തിന് അടിമയായ ഒരാൾ നന്നായി കുളിച്ച് സുഗന്ധദ്രവ്യങ്ങൾ തേച്ച് തലമുടി വൃത്തിയാക്കി ശുഭ്രവസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ടാകാം. കോപം കീഴടക്കിയ അയാൾ എന്നാലും വിരൂപനാണ്. കോപം മനസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ മുഖത്ത് കാണാം. നിങ്ങൾക്ക് സുലഭമായി പ്രകോപനമുണ്ടാകുന്ന മനസ്സാണെങ്കിൽ ദൈനംദിന ജോലികൾ ചെയ്യാനോ കാര്യക്ഷമമായി ബിസിനസ് ചെയ്യാനോ സാധിക്കുകയില്ല. നിങ്ങൾക്ക് കോപം വന്നാൽ ജീവിത യുദ്ധത്തിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കും.